മൂന്നാം ദിവസം രാവിലെ 7 മണി. പ്രേതത്തിന്റെ അടുത്ത് സംസാരിച്ച് പ്രശ്നത്തിലായ ആണുങ്ങൾ, രക്ഷപ്പെട്ട് ഓടിയ പെണ്ണുങ്ങൾ. അല്ലളിയാ, നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്റലക്ച്വൽ ഐഡിയ നിനക്ക് മനസ്സിലാവും നോക്ക്. ഈ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സെക്ഷൽ ടോർച്ചർ കൊടുത്താൽ അവര് മീറ്റൂല് പോയി കംപ്ലൈന്റ് ഇല്ലേ? അതുപോലെ ഈ പ്രേതം നമുക്ക് സെക്ഷൽ ടോർച്ചർ തരുന്നില്ലേ? അത് പോയി മീറ്റു കംപ്ലൈന്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ചേടാ, ആണുങ്ങൾക്ക് മീറ്റു ഒന്നും ഇല്ലടാ, പെണ്ണുങ്ങൾക്ക് മാത്രമാണ് മീറ്റു. അതിനാ ആമ്പിള്ളേർക്ക് വേസ്റ്റാ? ചെയ്താലും അവനൊന്നും പറയാനും പോകുന്നില്ല, പറഞ്ഞാലും ആരും വിശ്വസിക്കുമില്ല. നീ പറയുന്നതും കറക്റ്റ് തന്നെ അളിയാ. കെട്ടിയോളും ഇപ്പൊ കൂടെ ഇല്ല. ഈ വൃത്തിയായിട്ട പ്രേതമാണെങ്കിൽ ആഫ്റ്റർ സെക്സ് ചത്തു പോകുന്നാ പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? അളിയാ എവിടെയെങ്കിലും പോയി ഞാൻ ഈ ഭാഗത്ത് നോക്കാം, നീ ആ ഭാഗത്ത് നോക്ക. എവിടെ അളിയാ? എവിടെ കാണുന്നില്ല. ഇവിടെ ഷട്ടിക തിരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തു തരാം. വേണോ? എടാ പൊട്ട, ഞാനും നിന്നെ പോലെ തപ്പി വന്നതല്ലേ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ എവിടെ പോയി കിടക്കുവാന്ന് ഇനി വൃത്തികെട്ട പ്രേതം. പ്രേതം, വേർ ആർ യു? കം ഓൺ, കം അഗൈൻ. പ്രേതമേ, ഈ ഫോട്ടോ കണ്ടു തൊട്ടാ എല്ലാം തുടങ്ങിയത്. ഓ, ഇത് കണ്ട അന്ന് വീണ് പോയത് അളിയാ ഞാൻ. വൃത്തികെട്ടത്. എടാ അളിയാ, ആ സ്പ്രേ കൊണ്ട് വന്നേ. ഇവിടെ അടിച്ചാൽ എങ്ങനെയാ പ്രേതം വരിക? ഇത് മൂടെടുത്ത പ്രേതമല്ലേടാ, ഇത് എവിടെ അടിച്ചാൽ എങ്ങനെയെങ്കിലും കയറി വരും. അത് ശരിയാ. നീ തന്നെ പറ. പ്രേതമേ, ഒരു ചെറിയ റിക്വസ്റ്റ്. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാതെ നേരെ വീട്ടിൻ്റെ അകത്തേക്ക് വന്നു. നിർത്ത്, ഓവറായിട്ട് കാണിക്കണ്ട്. ആദ്യം എന്താ പറയുന്നത് കേക്ക്, അതിനുശേഷം 3 മോക്ക് വെച്ചോണ്ട് പോ. പ്രേതമേ, നീ ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഫോട്ടോ ഉണ്ടല്ലേ, എന്തു ഭംഗിയാ. ഇങ്ങനെ പകുതി കരിഞ്ഞു പോയ മുഖത്തോട് നിന്നാ ഞങ്ങൾക്ക് എങ്ങനെയാ എഴുന്നേക്കുക? ശരിയല്ലേ, കരിഞ്ഞ ദോശ പോലെ മോന്തിരിക്കുന്നു. അതുകൊണ്ട് നീ ഒരു സുന്ദരിയെ പോലെ മാറിയാല് നമ്മൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാകും. പിന്നെ നിനക്ക് ഞങ്ങള് ചെയ്തൂടെ? ശരിയല്ലേ. അതെ, ഇതൊക്കെ ചെയ്യണമെങ്കിലേ ആദ്യം അതിനു മുമ്പ് ഡേറ്റിംഗ് ഒക്കെ ചെയ്യണം. മനസ്സിലാവുന്ന പറയടാ. അതെന്താന്ന് വെച്ചാ, കരിഞ്ഞ ദോശ മോന്തേ, നീ എങ്ങനെയും ഞങ്ങളുടെ വേർജിനിറ്റി എടുക്കാണ്ട് വിടത്തില്ല. അപ്പൊ ആഫ്റ്റർ സെക്സ് എങ്ങനെയും ഞങ്ങൾ ചത്തും പോവും. അപ്പൊ അതിനു മുമ്പ് 4 ഇടം നല്ല സ്ഥലത്ത് പോയിട്ട് നാക്കിന് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ചത്ത് നിന്റെ മടി തന്നെ കിടന്ന് നിന്റെ കൂടെ വരാനേ. ഒന്ന് കൺസിഡർ ചെയ്തൂടെ പ്ലീസ്? അളിയാ, ഓക്കെ പറഞ്ഞടാ. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഫ്രണ്ട്സ് പോലെ ഉണ്ടല്ലോ. ഇവിടെ എന്താ ഒന്ന് മനസ്സിലാക്കടാ ഞങ്ങള്. എനിക്കൊന്നും അറിയില്ലടാ. എന്നെ വിടടാ. നിക്കാനല്ലേ പറഞ്ഞ എങ്ങോട്ടാ ഓടുന്നടാ? ഉറക്കത്തന്നെ വരുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് അറിയാതെ അകത്ത് കയറിയ ന്യൂ ഹൗസ് മേറ്റ്സ് കിരണും വിമലും. നല്ല രസമുണ്ടല്ലോ. അളിയാ, ഏതവളാടാ ഇത്? നല്ല ഹോട്ട് ലുക്ക്. നീ എന്ത് കണ്ടട്ടാ ഇതൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യം അറിയാണ്ട് മിണ്ടാണ്ടിരിയടേ. അളിയാ, നിങ്ങളെ ഭാര്യമാരെക്കാളും സൂപ്പറാടാ ഇത്. അവന്റെ കരുതാക്കെടുത്ത് പഠിച്ച ആ സാധനവും വന്ന് കറുത്ത ദോശ. എവിടെടാ? എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നിന്നെ എങ്ങനെ പറ്റിക്കാൻ കഴിയും? ചുമ്മാ ഒളിച്ചപ്പോ നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് ചെക്കിങ് ചെയ്തതാണ്. എന്നെ വെറും വിഡിയാക്കാൻ വന്ന് കരുതിയോ നീ? അങ്ങനെയൊന്നുമില്ല. അവര് ചോദിച്ചാൽ എന്റെ എത്തിലേക്ക് അടിക്കുന്നേ. എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു. മൂന്നാം നാൾ രാത്രി 9 മണി. കെട്ടിയോളന്മാരെ എവിടെ പോയെന്ന് പോലും അറിയില്ല. എടാ, അവൾമാർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. ആർക്കറിയാവടാ, ഈ വൃത്തികെട്ട പിശാച പ്രേതം നമ്മളിട്ട് പന്താടുമല്ലേ. അതേടാ, ഇതിന്റെ ഇടയിൽ ഞങ്ങൾ വന്ന് കുടുങ്ങി. നിന്നോട് ഞാനാണോ വരാൻ പറഞ്ഞത്? എടാ, ഇതിനാണ് നിന്റെ പേഴ്സ് എന്റെ പകുതി വെച്ചേ. എടാ, എന്റെ പേഴ്സ് തന്നെ ഞാൻ ഇവിടെ വെക്കുന്നേ. വെറുപ്പിച്ചോണ്ടും. എടാ, നിന്റെ ആണോ? അതെന്റെ ഒന്നുമല്ല. അതെന്റെയാണ്. നിന്റെ പേഴ്സോ? അതെ. അപ്പൊ ഇതാരാ? നീ തന്നെ ഒന്ന് ഗസ് ചെയ്തേ നോക്കട്ടെ. നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ ഇത്? നോ. അതെ, ഞാനുണ്ടല്ലോ ബോയ് ഫ്രണ്ട് ആയിട്ട്. അറിയില്ല. അപ്പോ നിങ്ങളുടെ ഏട്ടനാണോ? അല്ല. അപ്പൊ നിന്റെ ഹൗസ് ഓണർ? നോ വേ. എടാ, ആ ഫോട്ടോ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ മാമന്റെ മോനല്ലേ? നോ ചാൻസ്. പിന്നെ ആരെന്ന് പറയേ? അതാണോ? അത് ഞാൻ തന്നെയാ. ഒരുപാട് വർഷം മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മാറിയതാ.
അളിയാ. എടാ നീ അവളുടെ ബോയ് ഫ്രണ്ട് അല്ല, അവളാണ് നിന്റെ ബോയ് ഫ്രണ്ട്. എടാ അളിയാ, നീ ഇതിനെ ചെയ്യുന്നതിനും എടാ സോറിടാ, നീ കിരണ ചെയ്യുന്നതിനും പകരം ആ പ്രേതത്തിനെങ്കിലും ചെയ്തിരുന്ന അത് അതിന്റെ സന്തോഷത്തിനെങ്കിലും ചത്തേനെ. നിനക്കും ജീവിതത്തിൽ ഒരു നല്ല കാര്യമൊക്കെ നടക്കില്ലായിരുന്നോടാ. എടാ നീ ആ പ്രേതം ചെയ്തിട്ട് മരിച്ചു പോയാലുണ്ടല്ലോ, നിന്നെ കുറിച്ച് ചരിത്രത്തിൽ പറയൂടാ. സത്യാണോടാ? അളിയാ ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് കളഞ്ഞേക്കാപ്പാ. വാ, വാ, വാ. അളിയാ, നിനക്ക് നിന്റെ വേർജിനിറ്റി ലൂസ് ചെയ്ത് ഒരു അടിപൊളിയായിട്ട് നടക്കണ്ടടാ. നിന്നെ കൊണ്ട് പറ്റും. നിന്റെ റോക്കറ്റ് ഇവിടുന്ന് പറക്കണോടാ. ഒരു ദിവസം താഴെ നോക്കി വിടുന്ന ചെക്കനെ ആകാശത്തേക്ക് നോക്കി വിടറാ. എഴുന്നേക്ക് അളിയാ, നിന്നെ കൊണ്ട് കഴിയും. പറ്റും നിന്റെ rocket. ഞാനാ? എന്താ ഇപ്പൊ ഇരിക്കണോ അല്ല കിടക്കണോ? സമയം രാത്രി 10 മണി. മറ്റുള്ള ഹൗസ്മേറ്റ്സെ രക്ഷിക്കാൻ തന്റെ ജീവനെ പണയപ്പെടുത്തിയ വിമൽ ഐസ് ക്യൂബോ? എന്റെ ചൂട് കണ്ടില്ലേ നീ? നല്ലോണം ആവി പറക്കുന്ന കണ്ടില്ലേ? ആ. മുട്ടയോ? ആ. മുട്ടയ്ക്ക് ഈ അവസ്ഥയാണെങ്കിലേ ഡേ, നിന്റെ ഹിപ്പ് വരെ മാത്രമേ ചൂടുള്ളൂ. ആവശ്യമുള്ള സ്ഥലത്ത് ചൂടില്ലല്ലോ. പക്ഷെ മുഖത്ത് മാത്രം എന്താ ഭാവം? അതാണ് ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് കുറച്ച് നെർവസാ. നീ ചെയ്തോ? ഓ, എങ്ങനെയെങ്കിലും എണീക്കനിയാ, എണീക്ക്. കല്ല് പോലും എന്നെ കണ്ട മൂടാകും. ശരിയാ. പക്ഷെ മുഴുവനെ കണ്ടിട്ട് നീ വെറുതെ ഇരിക്കാണല്ലോ. നീ സത്യം പറ. മോനം പോയല്ലോ. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ നോക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എണീക്കടാ അനിയാ, എണീക്ക്. എണീക്കടാ അനിയാ, എണീക്ക്. എണീക്കടാ അനിയാ, എണീക്ക്. ഡേ, നീ കത്തിത്തീർന്ന കമ്പിത്തിരിയാ. ഞാനാ? സത്യം പറ. ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ പെണ്ണിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് പെണ്ണിനെ പോലെ. നിനക്ക് ആ കളിയാക്കൽ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഒഴിച്ചതിന് പകരം എന്റെ വായിൽ ഒഴിച്ചുകൂടായിരുന്നു അളിയാ. അപ്പൊ ആകൊണ്ടാണ് ഇത്ര അളിയാ, ഏയ് നീ എന്താടാ കറിയാത്തെ? നിന്നെയും കൂടിയാടാ ഗെയിന്ന് പറഞ്ഞത്. അണ്ടറിൽ ടേക്ക് ഓഫ് പോലും ആയില്ല. നിനക്ക് അണ്ടർടേക്കർ മ്യൂസിക്കാ. കത്തിത്തീർന്ന കമ്പത്തിരി വെച്ചിട്ട് എന്റെ അടുത്തേക്ക് വരുന്നു. നിക്കടാ, അവിടെ നിൽക്കാൻ. പ്രേതത്തെ ആക്രമിക്കാൻ വന്ന വിമൽ തന്റെ സെൽഫ് എടുക്കാത്തത് കാരണം പ്രേതത്തിന്റെ അടുത്ത് അടിയും കൊണ്ട് ഓടുന്ന രംഗം. 4-ാം ദിവസം രാവിലെ 9 മണി. ഹൗസ്മേറ്റ്സെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? അളിയാ, കടിച്ച് കീറി കളഞ്ഞടാ. നീ കേറിയിട്ടുണ്ടാണോ? അത് നിന്നെ കേറിയിരുന്നു. സോറി ഉണ്ട് അളിയാ. ഫീൽ ചെയ്യല്ല അളിയാ. എന്ത് വിചാരിച്ചാടാ ഫീൽ ചെയ്യുന്നത്? വൃത്തികെട്ട ഈ മോനെ കുറിച്ചോ അത് എനിക്കകത്ത് നിന്റെ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ഫീൽ ചെയ്യേണ്ടത്. പട്ടി, നമ്മൾ ആരാടാ ഇനി രക്ഷിക്കാൻ പോകുന്നത്? മേലൊരുത്തുണ്ടല്ലോ മണം രക്ഷിക്കാൻ. മോളിലുള്ള ആള് വന്നടാ. ഇവനാണോ മോളിൽ നിന്ന് വന്നത്? ഒരു പ്രകാശത്തോടെ വാതിൽ നിൽക്കുന്ന കണ്ടില്ലേ? അവരാടാ ദൈവം. അത് അമ്മാവനാടാ. അമ്മാവനാ? പ്രേതം കടിച്ചപ്പോ കണ്ണും പോയി. മക്കളെ, പുതിയ ഹൗസ്മേറ്റ് ഡോക്ടർ മാമനെ കുറിച്ചുള്ള ഷോർട്ട് ഫിലിം. ഹലോ മൈ ലവ്ലി ഹാപ്പി എൻഡിങ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ വാണിഷ്. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ തമ്പിദുരൈ.
ഇദ്ദേഹം എന്തിലാ സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ തമ്പി എന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ അനിയനും ഇദ്ദേഹമാണ് വേണ്ടത്. കുറെ അനിയന്മാരുടെ ചേട്ടൻ ഹൗസ് മേറ്റ്സിനെയും പിന്നെ ഹൗസ് മേറ്റ്സിന്റെ അനിയന്മാരെയും രക്ഷിക്കുമോ? ആ ശരിയാണല്ലോ. അല്ല അയാൾക്ക് എങ്ങനെ ഈ ലൊക്കേഷൻ അറിയുന്നത്? ഞാൻ അളിയാ ലൊക്കേഷൻ അയച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിയേ. നിന്നെ വിളിച്ചോണ്ടല്ലോ. മരുമക്കളെ മരുമക്കളെ എന്റെ മരുമക്കളെ വാ മരുമക്കളെ എന്റെ മരുമക്കളെ വാ മക്കളെ വാടാ വാടാ വാടാ. എന്താ അമ്മാവാ, ഞാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിയേ, എന്നെ മറന്നുപോയോ? മരുമോനെ നിനക്ക് വരുത്താൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ. ചെയ്യുന്ന ജോലി എങ്ങനെയുണ്ട്? എന്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോകുന്നത്? ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഡോമാവാ ചുമ്മാ കലിയേറ്റല്ലേ മനുഷ്യനെ ഒന്നാമത്തെ ടെൻഷൻ അടിച്ചിരിക്കും ഇവിടെ. അപ്പോഴാ കൊച്ചുമോനാണോ കൊച്ചുമക്കളാണോ? അപ്പോൾ മരുമോനെ നിന്റെ മുഖം എന്താ ഇങ്ങനെ പോട്ടക്കുളം മൂലയായി പോയത്? നിനക്ക് എന്താ പ്രശ്നം? ഡോ അമ്മാവാ, നീ ഇത് തന്നെ പേടിച്ചോ? മരുമോനെ നിങ്ങൾ ആ പ്രേതത്തെ കുറ്റി പറഞ്ഞതിന് ശേഷം എനിക്ക് ആ പ്രേതത്തെ കാണുന്ന വലിയ ആഗ്രഹമുണ്ട്. ആ പ്രേതം ജഗൻമോഹന് ജയമാലിനെ പോലെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ നാഗിനി മൗലി പോലെ ഉണ്ടാവുമോ? എടോ, നീ പറഞ്ഞത് പ്രണയപ്രേതമാണ്, ഇത് കാമപ്രേതമാണ്. അർദ്ധരാത്രിയിലെ പ്രേതം എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു കാമപ്രേതമാണല്ലോപ്പാ. അയ്യോ പ്രേതത്തിന്റെ മേത്ത് സെക്ഷൽ തോട്ട്. ഇയാൾ ശരിക്കും ഡോക്ടറാണ് കേട്ടോ അമ്മാവാ. ആ പിശാചിന്റെ അടുത്ത് ഞങ്ങളെ രക്ഷിക്കുന്നു വിചാരിച്ചപ്പോ ആ പ്രേതത്തിന്റെ അടുത്ത് പ്ലഷർ എടുക്കാൻ നല്ലോണം ചോദിക്കടാ. മരുമോനെ അമ്മാവൻ കുറച്ച് എക്സൈറ്റ് ആയി. എനിക്ക് നാടിഞ്ഞിരുമ്പോ കൊള്ളതല്ലേ. ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ എഴുന്നേറ്റ ആ പ്രശ്നം, ഇവൻ എഴുന്നേക്കണില്ല എന്നൊരു പ്രശ്നം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ അമ്മാവന്റെ ഒരു ഐഡിയ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് അയച്ചിടാ. ഓൾ മരുമക്കളെ, അമ്മാവാ, മൂടുണ്ടാകാനായിട്ടേ 300 തരം വഴിയുണ്ട്. അതൊക്കെ അറിയാം. പക്ഷെ അത് ഇറക്കാൻ വേണ്ടിട്ട് 3 വഴിയുള്ളൂ. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ വലത്തെ കൈ ഒന്ന് പൊക്കിയേ. പൊക്കിയില്ലേ? പൊക്കിയ കൈ പണി തീരുന്നവരെ ഇറക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യില് 5 വിരലില്ലേ? പക്ഷേ 2 വിരലിനെ പണിയുള്ളൂ. അത് വെച്ചോണ്ടേ വലിച്ചിങ്ങനെ വിടണം. ദേ ഇങ്ങനെ. ഡോ അമ്മാവാ, എന്താടാ ചെയ്തോണ്ടിരിക്കല്ലേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഇതൊക്കെ ഫസ്റ്റ് പാർട്ടി തന്നെ അവർ കാണിച്ചു. ഇപ്പൊ താനെ ഇത് പുതിയത് അടിച്ചേ ഇപ്പോ. ഐഡിയ നമ്പർ 2. 2 ഇഞ്ചേ ഹോളുള്ളൂ. അതിലെടുത്ത് വച്ച എന്തൊരു സുഖമാണെന്നറിയോ? അകത്തിരിക്കുമ്പോഴ് അത് അങ്ങനെ തന്നെ അകത്ത് എന്ത് സുഖമാണെന്നറിയോ? ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് മതി എന്നുള്ളത്. അപ്പൊ നിർത്തിക്കണം. തനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എടാ എന്റെ ചെറു വയസ്സ് മുതൽ ഞാൻ ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചോറ് കൈകൊണ്ട് എടുക്കുന്നതും അത് വായിലേക്ക് ഇടുന്നതും പിന്നെ അകത്തേക്ക് തള്ളുന്നതും വീണ്ടും കൈകൊണ്ട് ചോറ് എടുക്കുന്നതും. എന്താ റിയാക്ഷൻ മാറുന്നത്? എടാ ഞാൻ തൊണ്ടയെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കണത്. നിങ്ങൾ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഈടോ, ഞാൻ ഇനി എങ്ങനെ കഴിക്കുക? ഇനി കഴിക്കുമ്പോഴൊക്കെ നീ പറഞ്ഞതേ ഓർമ്മ വരൂ. എടാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാലേ നന്നായിട്ട് കൂർക്കം വലിച്ചുകൊണ്ട് ഉറക്കം വരും. പിന്നെ ടൊണ്ടടേ നോ. ഐഡിയ ഓക്കെ അല്ലേ? ഓൾ മരുമക്കളെ, ദിസ് ഈസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഈ കോയിൻ ഉണ്ടല്ലോ, അമ്പലത്തിലെ കാണിക വഞ്ചിയെ കണ്ടു കാണും, മൃതദേഹത്തിന്റെ നെറ്റിയിൽ കണ്ടു കാണും, അല്ല ടിപ്സ് കൊടുക്കുമ്പോഴും കണ്ടു കാണും. ബട്ട് ഞാൻ ഈ കോയിൻ യൂസ് ചെയ്യുന്ന സ്റ്റൈല് നിങ്ങൾ 3 പേരും മാത്രമല്ല ഈ ലോകത്തിലാരും കണ്ടു കാണില്ല. ഇവൻ എന്നാ സത്യം പറഞ്ഞിട്ടുള്ളത്? എടാ സൈലൻസ്. ഓക്കെ ക്യാൻ ഐ സ്റ്റാർട്ട്? ഓക്കെടാ. യെസ്, 1 by 1. Don't move. Be there. ഈ കോയിൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് ഈ അമ്മാവൻ നോട്ട് ചെയ്യാൻ പോകുന്നത്. അമ്മാവാ ഈ കോയിൻ ഇപ്പൊ പൊങ്ങണം അത്രല്ലേ ഉള്ളൂ. സോ ഈസി അമ്മാവാ. എടാ വിഡ്ഢി മരുമോനെ, കോയിൻ പൊക്കുന്നതല്ലടാ ടാസ്ക്, പൊക്കാതിരിക്കുന്നതാണ് ടാസ്ക്. എന്തൊക്കെയാ പറയുന്നേ? ഓൾ മരുമക്കളെ, ഇപ്പൊ ഞാനിതിൽ എന്ത് കാണിച്ചാലും നിങ്ങളുടെ കോയിൻ 1 ഇഞ്ച് അനങ്ങാൻ പാടില്ല. ദാറ്റ് ഈസ് ടാസ്ക്. ഓക്കെ? ഓക്കെ. എന്താടാ പെണ്ണെന്ന് എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെ കോയിൻ പറക്കുന്നത്? അമ്മാവാ, റൂഫ് ഷോട്ട് എന്റേതാ. അമ്മാവാ ബോർഡിൽ അടിച്ച കോയിൻ എന്റേതാട്ടോ. നീ എവിടെ നിന്നാണ് അടിച്ചത്? അമ്മാവാ എന്റെ നിക്കത്തില്ലല്ലോ, പക്ഷെ കോയിൻ കണ്ടില്ലേ? ആണി അടിച്ചത് ഒരു അടിപൊളിയായിട്ട് നിക്കുന്നേ. അതെ, നീ നിനക്ക് തന്നെ ഓസ്കാർ അവാർഡ് വാങ്ങിച്ചേക്കല്ലേ? സോറി അമ്മാവാ. അല്ല നീയോ അടിച്ചിട്ടില്ല. ഇവൻ റൂഫിലേക്ക് അടിച്ചു, അതെ അമ്മാവാ. ഇവൻ ബോർഡിലേക്ക് അടിച്ചു, വേറൊരു കോയിൻ ബോർഡിലേക്ക് അടിച്ചത് ആരുടെയാ? മൂന്നാമത്തെ ആരുതായിരിക്കും? അമ്മാവാ നീ വല്ലതും തട്ടിട്ടോ? അമ്മാവാ, ആ 3ാമത്തെ കോയിൻ എന്റേതാ.